വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് 39 ദിവസം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കിടന്ന ഒരു പേഴ്സണാണ് ഞാൻ. ഏത് കേസിലാണ് നിന്നെ ഞങ്ങൾ അകത്താക്കാൻ പോകുന്നത്, പുറലോകം നിന്നെ കാണിക്കില്ല എന്ന് ഈ മുസാഫർ എന്നെ വെല്ലുവിളിച്ചതാണ്. എന്റെ പെൺകുട്ടികളുടെ അമ്മയായ ഒരാൾ ഒരു പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. കൊട്ടാരക്കരയിലെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ യുവതിയെ, ഇവർക്ക് കേരള പോലീസിൽ നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. മാത്രമല്ല, കള്ളക്കേസിൽ കുടുക്കി ഇവരെ റിമാൻഡ് ചെയ്തു, ജയിലിലടച്ചു. ഏതായാലും ഇപ്പോൾ അവർ നമ്മോട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ IICT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കരിയർ ട്രെയിനിങ് സെൻ്റർ എന്ന് പറയുന്ന ഒരു പാരാമെഡിക്കൽ കോളേജ് കരുനാഗപ്പള്ളിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് 4 വർഷമായിട്ട് വർക്ക് ചെയ്യുവാണ്. അതായത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, എന്നെ ഒരു പോക്സോ കേസിൽ രണ്ടാം പ്രതിയായിട്ട് ഒക്ടോബർ 15 DSP ഷെരീഫ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹവും കൂട്ടരും കൂടി ഗൂഢാലോചന നടത്തി വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു കേസിൽ രണ്ടാം പ്രതിയായിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് 39 ദിവസം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കിടന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പം എനിക്ക് ഉണ്ടായ ഒരു ദുരവസ്ഥ ഇതേപോലെ ഒരു സ്ത്രീകൾക്കും ഒരു പുരുഷന്മാർക്കും ഇനി ഈ കേരള സമൂഹത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. അതായത് ഈ സംഭവത്തിന് ആസ്പദമായിട്ട് അവർ പറയപ്പെടുന്ന 13 ഒക്ടോബർ 2022 8:15 8:30 അയനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ എൻ്റെ കാറിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് ഇടത്ത് വശത്ത് നിർത്തിയിട്ട് വലത്ത് വശത്ത് നിൽക്കുന്ന കുട്ടിയുടെ പേര് ചോദിക്കുകയും എൻ്റെ കാറിൽ ഇവർ ആരോപിക്കപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്ന് ഒരു വീഡിയോ ഈ കുട്ടീനെ കാണിച്ചു. അത് ആ കുട്ടി അകത്തെ ബാത്റൂമിൽ നേക്കഡായിട്ട് കുളിക്കുന്ന അതാണെന്നും, രണ്ടാമത്തെ വീഡിയോ അവരുടെ മാമി പുറത്തെ ബാത്റൂമിൽ കുളിക്കുന്ന ഒരു വീഡിയോയുമാണ് ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആള് കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം എൻ്റെ കാർ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതിനും ഞാൻ ആ സംഭവ സ്ഥലത്ത് ഇല്ല എന്നുള്ളതിന് തെളിയിക്കുന്നതായ റെക്കോർഡുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ ഞാൻ പത്രസമ്മേളനത്തിലൂടെയും ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തപ്പോഴും ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സാജിദ് സാറിനെയാണ് ആദ്യമേ കോണ്ടാക്ട് ചെയ്തത്. ഒരുപാട് തവണ സാറിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെങ്കിൽ സാറിപ്പം എൻ്റെ ഇത് അറിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് ഈ ചാനലിൽ വന്ന് എനിക്ക് ഈ അഭിമുഖം തരാൻ അവസരം തന്നേ സാറിന് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഈ സംഭവം എന്ന് പറയുന്നത് തികച്ചും DYSP സംഘവും അവരുടെ നേതൃത്വത്തിൽ അവർ മെനഞ്ഞെടുത്ത ഒരു കഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ 13 രാവിലെ 8 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നത് 49 കിലോമീറ്റർ ഉള്ള മൈനാഗപ്പള്ളി ICS ജംഗ്ഷനിൽ ഞാൻ എത്തി എന്ന് 15 മിനിറ്റിനുള്ളിൽ എത്തി എന്ന് ആരോപിക്കുമ്പോൾ ആ സംഭവ സ്ഥലത്ത് എൻ്റെ വാഹനമോ ഞാനോ എത്തിയിട്ടില്ല എന്നുള്ള എല്ലാ തെളിവുകളും ഞാൻ ആ സമയം 8 മണി മുതൽ 9:30 വരെ ഞാൻ എന്താണ് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഞാൻ എല്ലാ മാധ്യമങ്ങൾക്കും അതേപോലെ തന്നെ കോടതിയിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ തെളിവുകളും രഹസ്യമൊഴികളും ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസിന് ആസ്പദമായിട്ട് എന്നെ അറസ്റ്റ് രണ്ടാം പ്രതി എന്ന നിലയിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള പ്രധാന കാരണം, ഞാൻ വർക്ക് ചെയ്യുന്ന പാരാമെഡിക്കൽ കോളേജിലെ ഫൗസി ഷെഫീഖ് എന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഈ ടീച്ചറിനെ ജൂണിൽ അവരുടെ കൃത്യനിർവഹണം കറക്റ്റായിട്ട് കോളേജിൽ അവർ വരാത്തതിന്റെ പേരിലും അവിടെ അധ്യാപികയായിട്ട് അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ ഏബിൾ അല്ല എന്നും 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള BSSന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള അവർക്ക് പഠിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അഡ്മിൻ എന്ന നിലയിൽ റിപ്പോർട്ട് മാനേജ്മെന്റിന് കൊടുത്ത് മാനേജ്മെന്റ് അവരെ ടെർമിനേറ്റ് ചെയ്തു. ഇതിന്റെ ഒരു വൈരാഗ്യം ഈ സ്ത്രീക്ക് എന്നോട് ഉണ്ടായിരുന്നു. അവരെ ജൂണിൽ ടെർമിനേറ്റ് ചെയ്തു. അതിനുശേഷം ആ കോളേജിൽ
മുൻകാല വർഷങ്ങളിൽ പഠിച്ച അനേകം വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാത്തത് ഒരു ഓട്ടോണമസ് ബോഡിയുടെ അണ്ടറിലായതുകൊണ്ട് അനേകം കുട്ടികൾ ഈ കോളേജിലേക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് വിഷയങ്ങൾ ഉണ്ടാക്കാൻ വരികയും ഈ വർഷം പഠിച്ച 2021-23 ബാച്ചിലെ കുട്ടികളോടും ഞങ്ങൾക്ക് നിങ്ങൾ വെറുതെയാണ് ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ ട്രെയിനിങ് ലഭിക്കാത്തതിനാൽ എന്റെ കെയർ ഓഫിൽ തന്നെ കൊട്ടാരക്കര മെട്രോ, കരുനാഗപ്പള്ളി മെട്രോ ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ നമ്മുടെ ശിവഗിരി ഹോസ്പിറ്റൽ വർക്കല, അവിടെ 4 കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. അസിസി അറ്റോൺമെന്റ് പെരുമ്പഴ, അവിടെ 4 കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു 4 കുട്ടികൾക്ക് മാത്രം അവർക്ക് ഗോകുലം മെഡിക്കൽ കോളേജിലോ ബെൻസീറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഉപാസനയിലോ കൊടുക്കണം എന്ന് പറഞ്ഞ് കോളേജിൽ വന്ന് വളരെ ഭയങ്കര വിഷയങ്ങൾ നടത്തി 10-ാം തീയതി. ആ വിഷയം നടത്തിയപ്പോൾ ചാനലുകാരെ കൊണ്ടുവരും, അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായ മുസാഫർ, സന്ദീപ് എന്ന് പറഞ്ഞ ആൾക്കാരെ ഉൾപ്പെടെ ഈ 4 കുട്ടികൾ അവരും അവരുടെ പേരൻസ് ഉൾപ്പെടെ ഈ 4 കുട്ടികളും പാർട്ടിക്കാരും അവിടെ നിന്ന് കോളേജ് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് ഞാൻ ഇവരുടെ ബ്രാഞ്ചായ ആറ്റിങ്ങിലായിരുന്നു. അപ്പൊ എന്റെ ഫോണിലേക്ക് മുസാഫർ വിളിച്ചു പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് വന്ന് ഈ കുട്ടികളുടെ പഠിച്ച പൈസകൾ 2 ലക്ഷം രൂപ തിരികെ കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ മൈനാപ്പള്ളി ICS ജംഗ്ഷനിൽ വെച്ച് ഏത് കേസിലാണ് നിന്നെ ഞങ്ങൾ അകത്താക്കാൻ പോകുന്നത്, പുറലോകം നിന്നെ കാണിക്കില്ല എന്ന് ഈ മുസാഫർ എന്നെ വെല്ലുവിളിച്ചതാണ്. എന്റെ ഫോണിൽ അതിന്റെ റെക്കോർഡ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനുശേഷം പറയുന്ന കുട്ടിയുടെ ഫാദറും അവരുടെ അമ്മ എന്റെ ക്യാബിനിലേക്ക് ഇരച്ചേറി വന്ന് എന്നെ അടിക്കുവാൻ, എന്റെ കുട്ടിയുടെ ഫീസ് തിരിച്ചു തരണം, ഞങ്ങളുടെ ട്രെയിനിങ് ഫീസ്, അങ്ങനെ ആ ഫീസ് ഞാൻ ഇവർക്ക് തിരികെ കൊടുക്കുകയും ആ കുട്ടി ഉൾപ്പെടെയാണ്. ഈ സംഭവം നടക്കുന്നത് 7-ാം തീയതിയാണ്. 10-ാം തീയതി അതിന് ഇത്രയും കുട്ടികൾ സംഘടിതമായിട്ട് വന്ന് അവിടെ ഭയങ്കര വിഷയം ഉണ്ടാക്കിയപ്പോൾ ഈ പിരിച്ച് ജൂണിൽ വിട്ട ടീച്ചർ ഫൗസിയ ഈ കുട്ടികളോടും അതിനോടൊപ്പം തന്നെ ആ പാർട്ടി പ്രവർത്തകരോടും ഒപ്പം കോളേജിലേക്ക് വന്ന് വിഷയങ്ങളിൽ ഏർപ്പെട്ടു. ഈ ഫൗസിയ അപ്പോൾ തന്നെ ഞാൻ എന്തിനാണ് നിങ്ങൾ പിരിച്ചുവിട്ട ഒരു ടീച്ചർ ഇവിടെ വന്നേ എന്ന് വിളിച്ചെണ്ണൊക്കെ അവരെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഡയറക്ടർമാരായ ബിജു ദാമോദർ, ഏഷ്യാനെറ്റിന്റെ ACB ചാനൽ കൊല്ലത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ബിജു ദാമോദർ എന്ന് പറയുന്ന പുള്ളി ഇതിന്റെ ഡയറക്ടറാണ് ഒന്ന്. രണ്ടാമത്തേന്ന് പറയുന്നത് കൊല്ലം IFEയുടെ വാഷിംഗ് മെഷീന്റെ സർവീസ് സെന്റർ നടത്തുന്ന മുരളി പിള്ള എന്ന് പറയുന്നത്. ഇവർ 2 പേരും ഈ ടീച്ചറിന്റെ ഫോണിലേക്ക് നിങ്ങളെ പിരിച്ചുവിട്ട ടീച്ചർ എന്തിനിവിടെ വന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവർ ഫോൺ എടുത്തില്ല അന്ന് ഈ ഫൗസിയ. അപ്പം ഈ കുട്ടികളും ഇവരൂടെ കൂടിയിട്ട് അന്ന് അത്രയും വിഷയം ഉണ്ടാക്കി എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയിട്ട്, അതായത് ആ ടീച്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഈ പോക്സോ കേസിൽ ഇപ്പം വാദിയായിട്ട് നിൽക്കുന്ന കുട്ടി മൈനാപ്പള്ളി ICS ജംഗ്ഷനിൽ പഠിക്കുവാണെന്നും ഈ സഹോദരിമാരിരട്ടകളും അവരുടെ മാതാപിതാക്കളും വിദേശത്താണെന്ന് പറഞ്ഞിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്ത സമയത്തിൽ ഈ FIR-നകത്ത് ഈ കുട്ടിയുടെ സഹോദരിമാരുടെ പേര് ഉൾപ്പെടെ അതിനകത്ത് എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴാണ് ഈ ടീച്ചറും ഈ കുട്ടികളും ചേർന്ന് DYSP ഇവരുടെ മാമയാണെന്നും എന്നോട് മിസ്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റുവാണെങ്കിൽ DYSP ഷെരീഫ് ശാസ്താംകോട്ട എന്റെ മാമയാണെന്നും ഈ ഫൗസിയ എന്നോട് പറഞ്ഞതായ റെക്കോർഡ് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് തികച്ചും മനസ്സിലായ ഒരു കാര്യം, ഈ ടീച്ചറും കുട്ടികളും ഷെരീഫ് എന്ന് പറഞ്ഞ ആ നികൃഷ്ടനായ മനുഷ്യനും, അയാളെ അങ്ങനെ വിളിക്കാൻ പറ്റൂ, സാറെന്നൊന്നും അവനെ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല, ഇദ്ദേഹവും കൂടി ഗൂഢാലോചന നടത്തി ഒരു കുടുംബത്തെ മുഴുവനായി, ഞാനും 2 പെമ്മക്കളുടെ അമ്മയാണ്, അത് ഇരട്ട കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്, അവരും നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് 2 പേരും, ഒരു മകനുണ്ട്, മോൻ +2-നാണ് പഠിക്കുന്നത്. ഈ പെൺകുട്ടികളുടെ അമ്മയായ ഒരാൾ ഒരു പോക്സോ കേസിൽ ഒരു പെൺകുട്ടിയെ, മക്കൾക്ക് തുല്യമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൃത്യം നടത്തുമോ? ഒരിക്കലും പ്രസവിച്ചിട്ടുള്ള അമ്മമാർ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കൃത്യത്തിന് പോകില്ല. എന്നാൽ സമൂഹത്തിൽ കാശിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട. ഞാൻ 15 വർഷമായി വിവിധ സ്ഥാപനങ്ങളിൽ 3 സ്ഥാപനങ്ങളിൽ മാറി മാറി ഞാൻ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് സാലറിയുടെ വിഷയത്തിലായിരിക്കും. കുറച്ച് ബെറ്റർ സാലറി തരുമ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് പോകും. അപ്പൊ മുൻകാലം നമ്മുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരെന്തായാലും തിരക്കും ആ കുട്ടി എന്താണ് അവിടെ നിന്ന്. അപ്പൊ ഞാൻ നല്ലൊരു പേഴ്സൺ ആയിട്ടായിരിക്കും വേറെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ജോലി തന്ന് ഞാൻ ഇത്രയും നാള് ഈ 15 വർഷത്തോളം എന്റെ ഈ ജീവിതയാത്ര ഞാൻ ഇത്രയും നാള് നിലനിന്നിരുന്നത്. ഇത്രയും മനുഷ്യത്വരഹിതമായിട്ട് എന്നെ ഈ കേസിലേക്ക് വലിച്ചിഴച്ച DYSP സംഘത്തിന്റെ
കാട്ടാക്കുളങ്ങര ജയിലിൽ ഒക്ടോബർ 16 എനിക്ക് ഒരു പോക്സോ കേസിൽ 2ാം പ്രതിയായിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടു ചെല്ലുന്നത്. അപ്പം ഫസ്റ്റ് ജയിലെന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ഫസ്റ്റ് ഒരു ഗേറ്റ് തുറന്നു, വലിയൊരു കവാടം. സെക്കൻഡ് ഒരു ഗേറ്റ് തുറന്നു. അത് കഴിഞ്ഞതിന് ശേഷം അകത്ത് ചെന്നപ്പോൾ 22 റൂമിലാണ് RP, അതായത് റിമാൻഡ് പേഴ്സൺ എന്നാണ് പറയുന്നത് നമ്മളെ RP. അപ്പൊ റിമാൻഡ് പേഴ്സണായിട്ട് എന്നെ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ 22 റൂമിൽ ചെന്നപ്പോൾ നമ്മള് ഒരുപാട് സഹോദരിമാര് പലതരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ട്, പിന്നെ മാല പൊട്ടിച്ചവര്, അതേപോലെ MDMA കേസുകളിൽ ഭർത്താവ് ഭാര്യ തമ്മിൽ അടിയുണ്ടായി തലയടിച്ചു പൊട്ടിച്ചവര്, പിന്നെ നിരപരാധികളായ ഒരുപാട് പേര് അതിനകത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു 10-16 പേരായിരുന്നു ആ 22 റൂമിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു കുട്ടിയെ എല്ലാവർക്കും അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട, അവരെ അവിടെ ഇങ്ങനെ ഈ കേസിൽ പ്രതിയായിട്ട് അവിടെ കൊണ്ടുവരുന്നത്. അപ്പം 2 ദിവസമായിട്ടേ ഇങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു. ഇതേപോലെ അവിടുത്തെ വാർഡനൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, റിമാൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും, അവരെയൊക്കെ തെളിവെടുപ്പിനൊക്കെ ആയിട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാത്രിയിൽ ഇവർ വരുന്ന, അതായത് സാധാരണ കേസിൽ റിമാൻഡ് പേഴ്സണെയൊക്കെ 8 മണിക്ക് ശേഷമാണ് അവിടെ കൊണ്ടുവരുന്നത് ജയിലിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഇവരെ കൊണ്ടുവന്നപ്പോൾ അമ്മയും മകളെയും ഈ 22 റൂമിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അതായത് ഈ കേസ് നടക്കുന്നതുകൊണ്ട് ഈ കുട്ടീനെ ഗ്രീഷ്മയെ 10-ലും അമ്മയെ 22-ലും ഞങ്ങളുടെ റൂമിലാക്കി. പക്ഷെ എങ്കിൽ രാവിലെ ജയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വരാന്തകളിലൊക്കെ ഇരിക്കുന്നതും കാര്യം പറയുന്നത്, അതേപോലെ തന്നെ വാഷേരിയയിലൊക്കെ പോകുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ആദ്യത്തെ ദിവസം നമ്മൾക്കൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു വല്ലാത്ത നമുക്കൊരു അനുഭവത്തില്ല. പക്ഷെ ഈ കൊച്ചെന്ന് പറഞ്ഞാൽ വളരെ ലാഘവത്തോടെ കളിച്ച് ചിരിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങളുടെ ഇടയിലേക്കൊക്കെ വന്നിരുന്നു ഭയങ്കരമായിട്ട് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ. അതിനിങ്ങനെ ഒരു കുറ്റം ചെയ്തതായ ഒരു ഭാവം അതിന്റെ മുഖത്തില്ല. പക്ഷെ അതിന്റെ അമ്മ എപ്പോഴും എൻ്റെ റൂമിൽ തന്നെയായിരുന്നു ഞാൻ വരുന്നത് വരെ. അവര് ഭയങ്കര മനോവിഷമത്തില് ഇങ്ങനെ ഇരിക്കുന്ന രംഗം. പക്ഷെ ആ ഗ്രീഷ്മ എന്ന് പറയുന്നത് അവര് വനിതാ വീക്കിലികൾ വായിക്കുന്നു, നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഡാൻസ് പാട്ട് ഒക്കെ ആയിട്ട് വളരെ ഒരു നല്ല എൻജോയ്മെന്റ് ആയിട്ട് ആ കൊച്ചു അവിടെ കഴിയുന്നത്. ഒരു ദിവസം പോലും അത് ഒന്ന് കരഞ്ഞ് കാണുകയോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ടാണ്. അതേപോലെ തന്നെ ആറ്റിങ്കൽ കൊലപാതകം നടത്തിയ അനു എന്ന് പറയുന്ന, അറിയാമല്ലോ, കാമുകന് വേണ്ടിയിട്ട് കാമുകൻ പിന്നെ സ്വന്തം മകളെയും അമ്മായിമ്മയെ കൊന്ന ആ കേസിലെ പ്രതി അനു. അന്ന് 10 വർഷത്തിന് ശേഷം ഞാൻ നവംബർ 22 നവംബർ 21 റിലീസായി. അത് അവരെ എനിക്ക് കാണാൻ പറ്റി. അവിടുത്തെ ജയിലിലെ ടോപ്പ് കുറ്റവാളികളെ കൊണ്ടാണ് അവിടുത്തെ ജയില് രാവിലെ വന്ന് ഓരോ ജയിലിന്റെയും വാതിൽ തുറക്കണം. അതായത് ഞങ്ങൾ കിടക്കുന്ന സെല്ലുകൾ, അതിൽ ഈ അനുവിനെയും കൊണ്ടായിരുന്നു അവിടുത്തെ സൂപ്രണ്ട് ഓരോ സെല്ലുകളിൽ നിന്ന്. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഞാൻ ചോദിച്ചു, ഒരു കുറ്റവാളിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് 10 വർഷമായിട്ട് കിടക്കുന്ന ആ സ്ത്രീയെ കൊണ്ട് വന്ന് എന്തിനാണ് ഞങ്ങളുടെ സെല്ലുകൾ തുറക്കുന്നതെന്ന് ഞാൻ സൂപ്രണ്ടിനോട് നേരിട്ട് ചോദിച്ചതാണ്. അതിനുശേഷം അനുവിനെയും കൊണ്ട് തുറക്കുന്ന ഞാൻ പോരുന്നവരെ പിന്നീട് അതിന്റെ തലേന്ന് ആ കുട്ടി അവിടെ നിന്ന് പോയി. പിന്നീടുള്ള കാര്യം എനിക്കറിയില്ല. അവിടുത്തെ പിന്നെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ മുകളിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് വളരെ സൈലന്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ സൂപ്രണ്ട് വാർഡന്മാരും വളരെ അങ്ങ് എന്താ പറയാ, അവരുടെ തലയിലേക്ക് കയറുന്ന ഒരു സ്വഭാവ രീതികളും അതിനകത്തുണ്ട്. അതേപോലെ തന്നെ കൂട്ടം കൂടിപ്പിച്ച് ഒരാള് അവർക്കെതിരെ വാർഡനോ സൂപ്രണ്ടിനെതിരോ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ഇടയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിത്തല്ലി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെ നിരവധി ആളുകൾ ഇതുപോലെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി അവിടെ കിടക്കുന്ന ഒരു പ്രവണത. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും വാഷേരിയെ വരുമ്പോഴായാലും തുണിയെടുക്കാൻ വരുമ്പോഴൊക്കെ ആവുമ്പോഴും കൂടെ മറ്റുള്ളവരെല്ലാവരുടെ കൂടി ഇരുന്ന് അവിടെ ഇരുന്ന് ഡാൻസും പാട്ടും ഒക്കെ ചെയ്യുന്നതാണ് ഗ്രീഷ്മയുടെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ലാഘവും ആ കുട്ടിയുടെ മുഖത്തേ ഇല്ല. വളരെ സന്തോഷം, ഹാപ്പി ആയിട്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എങ്ങനെ വെയിലെടുത്ത് പുറത്തിറങ്ങണം, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കുള്ള മക്കളെ കാണാത്ത, നമ്മുടെ കുടുംബത്തെ കാണാത്ത, നല്ല ഒരു ശുദ്ധവായു നമ്മൾ ശ്വസിച്ചിട്ട് നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല, തികച്ചും തറങ്കിലടക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ആ കൊച്ചു കാണിക്കുന്ന ആ ഒരു, നമുക്കെന്ന് പറഞ്ഞാൽ ഒന്ന് പത്രമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ച തരുന്ന വായിക്കാൻ പോലും നമുക്ക് തോന്നത്തില്ല. പക്ഷെ ആ കൊച്ചെന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടുന്നതെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പാട്ട് പാടും, നല്ലതായിട്ട് ഡാൻസ് കളിക്കും.
അതൊക്കെ എങ്ങനെ ഇത്രയും ഇത് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ പോകുന്നതിന് ഞാൻ പറഞ്ഞു മോളെ എനിക്ക് നാളെ ബെയിലാണെന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിഷസ് ഒക്കെ അറിയിപ്പിച്ചു. അവരുടെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് വളരെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളും സാവകാശം നിങ്ങൾ നല്ല വക്കീലിനെയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ റിയലായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ എന്തായാലും കോടതിയുടെ മുമ്പിൽ ഇത് നമുക്ക് തെളിയും എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊല്ലത്ത് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ശ്യാം ഷാജി.